സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ 89ാമത് എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇവിടെ പറയുന്നത്. റോഡ് ടു ഫിനാലെ മത്സരങ്ങളിൽ ജെൻസി സോളോ റൗണ്ടും ജെൻസി ഡ്യുവറ്റ് റൗണ്ടുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിനാലെ ടിക്കറ്റിനു വേണ്ടിയുള്ള കടുത്ത പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 8 പേരിലെ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ചുള്ള ഇൻസ്പിരേഷൻ വീഡിയോ എല്ലാ എപ്പിസോഡിലും കാണിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യനാരായണനെ കുറിച്ചുള്ള വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഉയർന്നു വന്ന ഒരു ഗായകനാണ് സൂര്യനാരായണൻ. തൻ്റെ കുടുംബത്തെ കൈപിടിച്ചുയർത്തുവാനുള്ള ദൗത്യവുമായാണ് സൂര്യൻ നിൽക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ടോപ്പ് സിംഗറിൽ വന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ഗായകൻ കൂടിയാണ് സൂര്യൻ. സീസൺ 9ൽ ശ്രീരാഗ് ഭരതന് കിട്ടിയ അതേ പിന്തുണ സൂര്യനും ലഭിക്കുന്നുണ്ട്. ഈ സീസണിൽ അതിമനോഹരമായ ശബ്ദത്തിനുടമയായ സൂര്യന് മികച്ച പാട്ടുകൾ പാടി മുന്നേറാൻ അവസരം ലഭിക്കട്ടെ. സൂര്യന് കരുത്തായി നൗഷാദ് മാഷുമുണ്ട് കൂടെ. മികച്ച പാട്ടുകൾ പാടി സൂര്യന് ഫിനാലയിലെത്താൻ കഴിയട്ടെ. ഈ എപ്പിസോഡിലെ ആദ്യത്തെ ഗാനം ആലപിക്കാൻ എത്തുന്നതും സൂര്യനാരായണൻ തന്നെയാണ്. ജെൻസി സോളോ റൗണ്ടിലാണ് സൂര്യൻ എത്തുന്നത്. റോക്ക് ആൻഡ് റോൾ എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഗാനമാണ് സൂര്യൻ പാടുന്നത്. പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ ജീവൻ നൽകിയ രാവേറെയായി പൂവേ എന്ന് തുടങ്ങുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ട് തന്നെയാണ് സൂര്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. മികച്ച രീതിയിൽ പാടിയ ഈ പാട്ടിന് ശേഷം ചിത്രാമ്മ സൂര്യനോട് പറഞ്ഞു, സൂര്യ നല്ല അസലായിട്ട് തന്നെ പാടി. ചിത്രാമ്മ എന്ന് എല്ലാവരും വിളിക്കാറുണ്ട്. സൂര്യൻ അമ്മ എന്നാണ് വിളിച്ചത്. പ്രേക്ഷകർ ശ്രദ്ധിച്ചോ എന്നറിയില്ല. സൂര്യന്റെ സ്നേഹമാണ് ഇവിടെ പ്രകടമാവുന്നത്. ഈ ഗാനത്തിൽ ചെറിയ മിസ്റ്റേക്സ് ഉള്ളതിനാൽ 99 മാർക്കാണ് സൂര്യൻ ലഭിച്ചത്. ജെൻസി സോളോ റൗണ്ടിൽ അടുത്തതായി പാടാനെത്തുന്നത് തീർത്ഥ സത്യനാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയി ട്രെൻഡിങ് ആയിരുന്ന വാഴ 2വിലെ ഗാനമാണ് തീർത്ഥ പാടുന്നത്. ജെൻസി പിള്ളേർക്കിടയിൽ വളരെയധികം സൂപ്പർ ഹിറ്റായ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന ഗാനമാണ് തീർത്ഥ പാടിയത്. മാളവിക സുന്ദർ പാടിയ ഈ ഗാനം പാടി എല്ലാവർക്കുമിടയിൽ നല്ലൊരു ഓളം ഉണ്ടാക്കാൻ തീർത്ഥയ്ക്ക് കഴിഞ്ഞു. പക്ഷെ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പാടുന്നതിൽ. വോയിസിന് ക്രാക്കും പിച്ചിങ് ഇഷ്യൂസും ഒക്കെ ജഡ്ജസ് പറയുന്നുണ്ടായിരുന്നു. തീർത്ഥ ഈ പാട്ട് സെലക്ട് ചെയ്ത് പാടിയതിൽ തന്നെ താൻ നിരാശയാണെന്ന് ചിത്രചേച്ചി തുറന്നു പറഞ്ഞു. ഇത് കേട്ട് ഗുരുകുലത്തിന്റെ ഓണർ കൂടിയായ സിത്താര തല കുനിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ഈ ഫിനാലേക്ക് അടുത്ത് നിൽക്കുമ്പോഴെങ്കിലും കണ്ടസ്റ്റൻസ് എല്ലാവരും അവനവന്റെ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ മത്സരത്തിന് തീർത്ഥയ്ക്ക് ലഭിച്ചത് 98.5 മാർക്കാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സെഗ്മെന്റ് ഇന്നത്തെ ഗസ്റ്റ് ആയിട്ടുള്ള വീണയുടെ മെമ്മറി ചാലഞ്ചാണ്. സിനിമാ ഗാനങ്ങളുടെ BGM പ്ലേ ചെയ്യുമ്പോൾ ആ പാട്ട് കറക്റ്റായി ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് വീണയുടെ ദൗത്യം. കുറേ പാട്ടുകൾ വീണ ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ട് സമ്മാനമായി നൽകിയത് പോപ്പിക്കുടയാണ്. ഇതുകൂടാതെ കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞ ചിത്രചേച്ചിക്കും വിധുവിനും സിത്തുവിനും എല്ലാം കുടകൾ ലഭിക്കുന്നുണ്ട്. മൂന്നാമതായി ഇന്നത്തെ എപ്പിസോഡിൽ പാടാനെത്തുന്നത് ജെൻസി സോളോ റൗണ്ടിൽ ദിൽരാജ് ആണ്. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ ഗാനമാണ് ദിൽരാജ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി അന്തരിച്ച പ്രിയ നടൻ സലീം കുമാറിനുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാവട്ടെ ഈ ഗാനം. സലീം കുമാറിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഈ ചിത്രത്തിലെ മക്ക മദീനത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ദിൽരാജ് പാടിയത്. രമേശ് നാരായണൻ, ശങ്കർ മഹാദേവൻ എന്നീ 2 ലെജൻഡ്സ് പാടിയ ഈ ഗാനം അത്ര മികച്ചതാക്കാൻ ദിൽരാജിന് കഴിഞ്ഞില്ല. 98.5 മാർക്ക് നേടാനേ ദിൽരാജിന് കഴിഞ്ഞുള്ളൂ. ഈ എപ്പിസോഡിലെ അവസാനത്തെ ഗാനം പാടാനെത്തുന്നത് വിധുരാജും കൃഷ്ണശ്രീയുമാണ്. മാര്യൻ എന്ന തമിഴ് ചിത്രത്തിലെ വിജയ് പ്രകാശും ശ്വേതാ മോഹനും കൂടെ ചേർന്ന് പാടിയ ഗാനമാണ് ഇവർ 2 പേരും ചേർന്ന് പാടുന്നത്. ഇന്നും കൊഞ്ച നേരം എന്ന് തുടങ്ങുന്ന ഈ ഗാനം അതിമനോഹരമായി ഒരു തെറ്റും കൂടാതെ 2 പേരും കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് തന്നെ പാടി. ഒറിജിനൽ പാട്ട് കേൾക്കുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു പ്രേക്ഷകർക്കും ലഭിച്ചത്. 2 പേരും ശോഭിക്കുന്നത് മെലഡി ഗാനങ്ങൾ പാടുമ്പോഴാണ്. പാടിത്തീർന്നയുടൻ എഴുന്നേറ്റ് നിന്ന് ചിത്രചേച്ചി ഗോൾഡൻ ബസർ അടിക്കുകയായിരുന്നു. ഗോൾഡൻ സ്റ്റാർ ലഭിച്ച ഈ ഗാനം വളരെ മികച്ചു നിന്നു. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ടുകൾ പാടി ഫിനാലയിലേക്ക് കടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി. 2 പേരെയും ചിത്രചേച്ചി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. വിധുവിന് ഈ ജെൻസി റൗണ്ടിൽ 2 ഗോൾഡൻ സ്റ്റാറുകളാണ് ലഭിച്ചത്. ഇന്നത്തെ പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആയി തെരഞ്ഞെടുത്തിരിക്കുന്നത് വിധുരാജിനെയും കൃഷ്ണശ്രീയെയുമാണ്. പെർഫോമേഴ്സ് ഓഫ് ദ വീക്ക് ആയി തെരഞ്ഞെടുത്തിട്ടുള്ളത് അർജുൻ, വിധുരാജ്, കൃഷ്ണശ്രീ എന്നിവരെയാണ്. വൈറ്റ് ഗോൾഡിന്റെ 25,000 രൂപ ഈ 3 പേർക്കും കൂടി ലഭിക്കും. ഈ ആഴ്ചയിലെ ഗോൾഡൻ മൊമെന്റ്സ് ആയി തെരഞ്ഞെടുത്തിട്ടുള്ളത് കൃഷ്ണശ്രീയുടെയും വിധുരാജിന്റെയും പാട്ട് കഴിഞ്ഞ് ചിത്രചേച്ചി 2 പേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതാണ്.
വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്